ഇവാലുവേഷൻ പേപ്പർ നമുക്കൊന്ന് കാണാം. ഞാനിവിടെ ആ പേപ്പർ അങ്ങനെ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അതിനകത്ത് കാണും. ഇതാണ് ഇവാലുവേഷൻ പേപ്പർ. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ചൂസ് ദ കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഹാവിങ് ഡയഗണൽ 12? ആലോചിച്ച് നോക്കൂ. നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് അതിനു വേണ്ടി ഉപയോഗിക്കാം. ഒരു സ്ക്വയറാണിത്. ആ സ്ക്വയറിന് ഡയഗണലിൻ്റെ നീളം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഡയഗണൽ 12 ആണ്. ഹാവിങ് ഡയഗണൽ 12 ആൻഡ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്. സൈഡിൻ്റെ നീളം എത്രയാണ്? ഡയഗണൽ 12 ആണ്. ഓക്കെ, അതൊന്ന് ചിന്തിച്ച് നോക്കാം നമുക്ക് എങ്ങനെ വരുന്നു. സ്ക്വയറിൻ്റെ ഡയഗണൽ 12 ആണെങ്കിൽ 12√2 ആണെങ്കിൽ അതിൻ്റെ സൈഡ് എത്രയായിരിക്കും? 12√2 ആണല്ലോ ഡയഗണൽ. ദെർഫോർ ദ സൈഡ് വിൽ ബി 12. സൈഡ് 12 ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് പ്രോപ്പർട്ടിയാണല്ലോ. 45, 90 ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണത്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണത്. അത് വെച്ച് അങ്ങോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതെ, 12. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് ബി, ദെൻ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമല്ലേ അത്. ഇഫ് ദ സം ഓഫ് ടു ആംഗിൾസ് ഈസ് 90 degree, സൈൻ ഓഫ് വൺ ആംഗിൾ ഇസ് ഈക്വൽ ടു കോസ് ഓഫ് അതർ ആംഗിൾ. ഓക്കെ, ഇപ്പോൾ എയുടെയും ബിയുടെയും സം 90 ആണെങ്കിൽ ഇഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90, സൈൻ ഓഫ് എ ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ബി. ഇവിടെ തിരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സൈൻ ഓഫ് എ ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ബി. ദെർഫോർ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90 degree. കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കംസർക്കിൾ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് √3? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതിനൊരു സർക്കംസർക്കിൾ. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദിസ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. റഫായിട്ട് നമ്മൾ വരച്ച് നോക്കണം. ഇത് 60 degree ആണ്. ദിസ് ഈസ് ദ സർക്കംസർക്കിൾ. വി ക്യാൻ ഡ്രോ diameter and join like this. But this angle will be 60 degree. Angle in the same arc. This is 30 degree. Therefore, ABC is the equilateral triangle and APC is a 30, 60, 90 triangle. Side ഓപ്പോസിറ്റ് ടു 60 degree, അത് √3 ആണ്. കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് √3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ സൈഡ് ഓപ്പോസിറ്റ് ടു 60 degree, അതാണല്ലോ സൈഡ് √3. ദെർഫോർ സൈഡ് ഓപ്പോസിറ്റ് ടു 30 degree, അത് 1 ആണത്. സൈഡ് ഓപ്പോസിറ്റ് ടു 30 1 ആകുമ്പോഴാണ് സൈഡ് ഓപ്പോസിറ്റ് ടു 60 √3 ആവുന്നത്. തിരിച്ച് എങ്കിൽ സൈഡ് ഓപ്പോസിറ്റ് ടു 90 is 2. That is diameter is 2 and the radius, what is the radius? Radius is 1. കൃത്യമാണ്. diameter is 2 and radius is 1. ഓക്കെ, ആലോചിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ചിത്രത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി, ആംഗിൾ ബി ഈസ് 90 degree. AB and BC, this is not AC, AB and BC 10 centimeter. ഇപ്പോൾ ഇവിടെ AC അല്ല BC ആണ്. കറക്റ്റ് ചെയ്തായിരിക്കുള്ളത് ഇടുന്നത്. AB and BC are 10 centimeter. This is the diagram. ABC. AB is equal to 10,
BC is equal to 10. Then what is the length AC? AC is equal to നമുക്കറിയാലോ അത് 10 root 2 കൃത്യമാണ്. 45 90 ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി. ദിസ് ഈസ് ഈക്വൽ ടു 10 root 2. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഡ്രോൺ ഓൺ എ സി? എ സിയിൽ നമ്മളൊരു സ്ക്വയർ ഇങ്ങനെ മനസ്സിലാക്കിയാൽ, ഒരു സ്ക്വയർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, എ സി സൈഡായിട്ട് ഒരു സ്ക്വയർ അസ്യൂം ചെയ്താൽ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ? എ സി, ഇപ്പോൾ ഡി ഇ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 root 2 സ്ക്വയർ. ദാറ്റ് ഈസ് 10 root 2 ഇൻറ്റു 10 root 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു root 2 ഇൻറ്റു root 2, ദാറ്റ് ഈസ് 200. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 1:2:3. ആംഗിൾസ് ആണ്, സൈഡ്സ് അല്ല. ആംഗിൾസ് ആർ 1:2:3. വാട്ട് കൈൻഡ് ഓഫ് ട്രയാങ്കിൾ ഈസ് ദിസ്? ഇഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 12, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അതർ 2 sides? ഇപ്പോൾ ആംഗിൾസ് ആർ എക്സ്, 2x ആൻഡ് 3x. ആംഗിൾസ് എക്സ്, 2x, 3x ഒന്ന് കാണുക. ദെർഫോർ ദിസ് ഈസ് സം ഈസ് 6x. 6x 3 ആംഗിളും കൂടി കൂട്ടിയാൽ 6x is equal to 180 degree. Therefore x is equal to 180 by 6, that is 30 degree. Therefore angles are 30, 2 into 30 60, 3 into 30 90. ഇത് മൂന്നുമാണ് ആംഗിൾസ്. ദിസ് ഈസ് എ 30 60 90 ട്രയാങ്കിൾ. 30 60 90 ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം നന്നായിട്ട്. സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:√3:2. അതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ടല്ലോ, ലോങ്ങസ്റ്റ് സൈഡ് ഇതാണല്ലോ ട്രയാങ്കിൾ, ഇതാണെന്ന് കരുതുക. ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 12. ദിസ് ഈസ് 30 ഡിഗ്രി. അപ്പോൾ 30-ക്കെതിരായിട്ടുള്ളത് ഏതാണ്? ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 12. Therefore സൈഡ് ഓപ്പോസിറ്റ് ടു 90. ഇവിടെ പറയുന്നത് ഇഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 12 സെൻറ്റിമീറ്റർ, ലോങ്ങസ്റ്റ് സൈഡ് 12 ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അതർ 2 sides? ഷോർട്ടസ്റ്റ് സൈഡ് എത്രയാണ്? അത് 6 ആയിരിക്കും. ഷോർട്ടസ്റ്റ് സൈഡ് അത് 6 ആണ്. ഓക്കെ, ഇതല്ല. ഷോർട്ടസ്റ്റ് സൈഡ് ഈസ് സൈഡ് ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി. ഷോർട്ടസ്റ്റ് സൈഡ് ഈസ് 6. ഓക്കെ, ആൻഡ് അതർ സൈഡ് ഈസ് 6√3. ദിസ് ഈസ് എ 30 60 90 ട്രയാങ്കിൾ. 30 60 90 ട്രയാങ്കിൾ. ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 12. Therefore സൈഡ് ഓപ്പോസിറ്റ് ടു 30 ഈസ് ഹാഫ് ഓഫ് 12, ദാറ്റ് ഈസ് 6. ഇതല്ല വരുന്നത്, 6 ആണ് വരുന്നത്. ഇതെത്രയായിരിക്കും? 6√3 ആയിരിക്കും. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത്. ഓക്കെ, 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ വരാം? ദേ, എ ബി സി ഇസ് എ ട്രയാങ്കിൾ. ദ വെർട്ടിസസ് ഓഫ് എ ബി സി ആർ ഓൺ എ സർക്കിൾ. എ ബി സിയും സർക്കിളിലാണ്. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി, ബി സി ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ബി സി ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ദിസ് ഈസ് 10. BC is, this is not 10, this is 10. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 10 30. ഡ്രോ ദ റഫ് ഡയഗ്രാം. അത് വരച്ചു കഴിഞ്ഞു. ബി പി സി, ബി കണ്ടോ? ഡ്രോ റഫ് ഡയഗ്രാം. മാർക്ക് ഡയമീറ്റർ ബി പി ആൻഡ് കംപ്ലീറ്റ് ദ ട്രയാങ്കിൾ ബി പി സി. ഇങ്ങനൊരു ഡയമീറ്റർ വരക്കണം. ഇതിങ്ങനെ ഡയമീറ്റർ വരക്കണം. ഇതിങ്ങനെ ജോയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് പി, ദിസ് ആംഗിൾ ഇസ് 30 ഡിഗ്രി ഇറ്റ് സെൽഫ്, ആംഗിൾ ഇൻ ദ സെയിം ആർക്ക്. അപ്പോൾ ബി പി സി ഇസ് എ 30 60 90 ട്രയാങ്കിൾ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ റേഡിയസ് കാണാൻ നിങ്ങൾക്കറിയാം. 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 10 ആണ്. അങ്ങനെയാണെങ്കിൽ 90, ഇത് 90 ആണല്ലോ, ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ. ദിസ് ഇസ് 20, 20യുടെ പകുതിയാണ്
റേഡിയസ് ഇസ് 10 വ്യക്തമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൽ കറക്ഷനൊന്നുമില്ല. ഓക്കെ 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 റേഡിയസ് 10 എന്ന് എഴുതാം. അടുത്തത് ഒരു ലാഡർ ഓഫ് ലെങ്ത് 7.4 meter leans against a vertical wall. It makes 40 degree with the floor. Draw a diagram. ഡയഗ്രാം നമുക്കിങ്ങനെ വരക്കാം. വ്യക്തമായിട്ട് ഡയഗ്രാം ഉണ്ടോ? ഇതിങ്ങനെ വരച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ലാഡർ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. 40 ഡിഗ്രി ഉണ്ട്. നമുക്ക് ഈ ഹൈറ്റും ഈ ഡിസ്റ്റൻസുമാണ് കാണേണ്ടത്. അത് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. സൈൻ മെഷർ എടുത്തിട്ട് ഹൈറ്റ് കാണാം, കോസ് മെഷർ എടുത്തിട്ട് ഡിസ്റ്റൻസ് കാണാം. ദ ഹൈപ്പോട്ടൻസ് ഈസ് 7.4 സെൻറ്റിമീറ്റർ. അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് മറ്റൊരു ചോദ്യം ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ഓക്കെ, എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഓഫ് എ ഷിപ്പ്. ഡെക്ക് എന്ന് പറയുന്നത് ഷിപ്പിൻ്റെ മുകളിൽ അതിൻ്റെ തട്ടിൽ നിൽക്കുകയാണ്. ഡെക്ക് ഓഫ് എ ഷിപ്പ് 10 meter എബവ് ദ സീ ലെവൽ. ഇപ്പോൾ ഷിപ്പ് ഇത്ര ഉയരമുണ്ടെന്ന് കരുതുക. അതിൻ്റെ ഡെക്കിലേക്കുള്ള ഉയരമാണ് ഈ കാണുന്നത്. സീ ലെവലിൽ നിന്നും ഡെക്കിലേക്കുള്ള ഹൈറ്റ് 10 meter. ഓക്കെ, ദിസ് ഈസ് എ ലൈറ്റ് ഹൗസ്. ഇതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മുകൾ ഭാഗം 80 ഡിഗ്രിയും ലൈറ്റ് ഹൗസിൻ്റെ ചുവട് 30 ഡിഗ്രിയിലും കാണുന്നു. ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി. ഡ്രോ ദ റഫ് ഡയഗ്രാം. ഹൗ ഫാർ ഈസ് ദ ലൈറ്റ് ഹൗസ് ഫ്രം ദ ഷിപ്പ്? ഈ ദൂരം കണ്ടുപിടിക്കണം. പിന്നെ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് ഹൗസ്? അപ്പോൾ ഈ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ട് അതിനെ കൂടി നമ്മൾ 10 കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് 30, 60, 90 ട്രയാങ്കിൾ. ദിസ് ഈസ് എ 30, 60, 90 ട്രയാങ്കിൾ. ഓക്കെ, ഏത് 30, 60, 90 ട്രയാങ്കിളാണ്. 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 10 ആണ്. ദിസ് ഈസ് എ 30, 60, 90 ട്രയാങ്കിൾ. DEB ഈസ് എ 30, 60, 90 ട്രയാങ്കിൾ. Therefore this is 10, 10 root 3. Side opposite to 30 is 10. Therefore side opposite to 60 is 10 root 3 meter. ഇത് 10 root 3 meter ആണ്. ഇതാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ആദ്യത്തേന് ഉത്തരം കിട്ടി. tan 80 ഇതാണല്ലോ y എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ലെങ്ത്ത് കാണാനായിട്ട് സാധിക്കും. CE അതായത് y/10 root 3 is equal to tan 80. ഇതിൽ നിന്ന് നമുക്ക് y കിട്ടും. y is equal to 98.11 മീറ്റർ. കൃത്യമാണത്. അതിനെ കൂടി 10 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് 4ാമത്തെ ചോദ്യമാണ്. 4ാമത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത നോക്കൂ. 4ാമത്തെ ചോദ്യം ഒരു പടം വരയ്ക്കാനുള്ള ചോദ്യമാണ്. ആലോചിച്ച് ചെയ്യുക. ഒരു ലൈൻ വരക്കണം. AB ഓഫ് ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ വരക്കുന്നു. അപ്പോൾ റഫായിട്ട് ഞാനിങ്ങനെ വരച്ചു കാണിച്ചു തരാം. 4 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള AB എന്ന ലൈൻ വരക്കുന്നു. 7 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള AB എന്ന ലൈൻ വരക്കുന്നു. എയിൽ നിന്ന് 40 ഡിഗ്രി ആംഗിൾ പ്രൊട്രാക്ടറിൽ എടുത്തിട്ട് നമ്മളിവിടെ 40 ഡിഗ്രി ആംഗിൾ വരക്കുന്നു എയിൽ നിന്ന്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മാർക്ക് C ഓൺ ദ ആം സച്ച് ദാറ്റ് BC ഹാസ് മിനിമം ലെങ്ത്. ഇത് ഏറ്റവും കുറവായിരിക്കണം. ഷോർട്ടസ്റ്റ് ലെങ്ത് ഈസ് ദ പെർപെൻഡിക്കുലർ ലെങ്ത്. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് ശരിക്ക്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരക്കാം. അതിവിടെ കോമ്പസ് എടുത്തിട്ട് ഇതിങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്ത് ഇവിടെ നിന്നും ഓരോ ആർക്ക് ഈക്വൽ റേഡിയസിൽ വരച്ച് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രിയുള്ളൊരു ആംഗിൾ ഇവിടെ വരും. അപ്പോൾ ദിസ് ഈസ് എ 40, 90 ആൻഡ് ദിസ് ഈസ് സംതിങ് 50 ഡിഗ്രി ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് ട്രിഗണോമെട്രി മെഷേഴ്സ് അപ്ലൈ ചെയ്തിട്ട്
നമുക്ക് ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഒക്കത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് എഴുതാം. സൈൻ എ, ഓക്കെ, കോസ് എ എടുത്തിട്ട് ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വളരെ ക്ലിയറാണ്, സ്വയം ചെയ്തു നോക്കുക, ഉത്തരവുണ്ട് അവിടെ. അടുത്തതാണ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 1 ക്യൂബ്ഡ് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ. ഫസ്റ്റ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ. ഇനി 1 ക്യൂബ്ഡ് പ്ലസ് 2 ക്യൂബ്ഡ്, അത് നമുക്കറിയാലോ. 1 8, ഇത് 8, ഇത് 1, അപ്പോൾ 9 ആ 9 3 സ്ക്വയറാണ്. 3 എന്ന് പറഞ്ഞാൽ 1 + 2 ഹോൾ സ്ക്വയറാണ്. ശരിയാണത്. ദിസ് ഈസ് 1, ദിസ് ഈസ് 8, ഇത് 9 ആണ്. ഇത് 3 സ്ക്വയർ, ഇതും 9 ആണ്. ഓ, കറക്റ്റാണത്. അടുത്തത് നോക്കിയേ, ഇത് 27, ദിസ് ഈസ് 8 ആൻഡ് ദിസ് ഈസ് 1, ദിസ് ഈസ് 36 ആണ്. ഇവിടെ നോക്കിയേ, ഇത് 3 കൂടി കൂട്ടിയാൽ 6 കിട്ടും. 6ൻ്റെ സ്ക്വയർ 36 ആണ്. അപ്പോൾ ഇതും ശരിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ. വി ക്യാൻ റൈറ്റ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് ഇസ് ഈക്വൽ ടു, ഇവിടെ 1 + 2 + 3 ആണെങ്കിൽ ഇവിടെ 1 + 2 + 3 ഹോൾ സ്ക്വയർ, ഇങ്ങനെ എഴുതാൻ പറ്റും. ആദ്യത്തെ 15 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബുകളുടെ സംബന്ധമാണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 നോട്ട് 15, 5 നാച്ചുറൽ നമ്പേഴ്സ്. അത് എത്രയാണ്? 1 ക്യൂബ്ഡ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് പ്ലസ് 5 ക്യൂബ്ഡ് ഇസ് ഈക്വൽ ടു, അതിവിടെ നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ച് 1 + 2 + 3 + 4 + 5 ഹോൾ സ്ക്വയർ ആണ്. അത് 15ൻ്റെ സ്ക്വയറാണ്. 1 മുതൽ 5 വരെയും കൂട്ടിയാൽ അല്ലേ 15 കിട്ടും, അതിൻ്റെ സ്ക്വയർ. അടുത്തത്, ഇത് 55 സ്ക്വയർ ആണെങ്കിൽ n എത്രയാണ്? n 10 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് എക്സെട്ര 10 ക്യൂബ് എന്ന് പറയുന്നതാണ് 1 മുതൽ 10 വരെയുള്ളതിൻ്റെ സ്ക്വയർ, സമ്മിൻ്റെ സ്ക്വയർ. അപ്പോൾ n = 10. ഹൗ മെനി ക്യൂബിക്കൽ നമ്പേഴ്സ് ആർ ദർ ബിലോ 8000? 8000 എന്ന് പറയുന്നത് 20 ക്യൂബ്ഡാണ്. അപ്പോൾ 20 ക്യൂബിന് താഴെ 19 ക്യൂബ്ഡ് ഉണ്ട്, 18 ക്യൂബ്ഡ് ഉണ്ട്, 17 ക്യൂബ്ഡ് ഉണ്ട്, ഇങ്ങനെ വന്ന് 1 ക്യൂബ്ഡ് വരെയുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ക്യൂബിക് നമ്പേഴ്സ്. ഹൗ മെനി ക്യൂബിക് നമ്പേഴ്സ് ആർ ഹിയർ? there are 19 cubic numbers below 8000. അപ്പോൾ 1, 8, 27 ഇതൊക്കെയാണ് ക്യൂബിക് നമ്പേഴ്സ്. there are 19 cubic numbers below 8000 because 20th cubic number is 8000 itself. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് എഴുതി കഴിഞ്ഞാൽ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇവാലുവേഷൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ.